ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. ഒന്നാം പ്രതി തസ്ലീമ, ഭർത്താവ് സുൽത്താൻ അക്ബർ അലി എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. അതേസമയം കേസിൽ നടൻ ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കും. നടപടിക്രമങ്ങൾക്കായി അടുത്ത ദിവസം വീണ്ടും ശ്രീനാഥ് ഭാസിയെ വിളിച്ചു വരുത്തും. നടന്മാരെ പ്രതി ചേർക്കാനുള്ള തെളിവുകൾ ഇല്ലെന്ന് എക്സൈസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP ചേരുന്നു. ദേവൻ, ഇപ്പോൾ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് ഈ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്? ഒപ്പം ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കുവാനുള്ള തീരുമാനം, ഇതിനകത്ത് ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ എന്താണ് നടപടി? എന്തൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഈ മണിക്കൂറിൽ പുറത്തെത്തുന്ന വിവരങ്ങൾ? ലക്ഷ്മി, അല്പം മുമ്പാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ ആലപ്പുഴയിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കോടതി 3 തള്ളിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ. ബന്ധപ്പെട്ട നിർണായകമായ പല വിവരങ്ങളും ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ലഭ്യമാകേണ്ടതുണ്ട്. ഈ ഒരു അവസരത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് അത് അന്വേഷണത്തെ കാര്യമായി ബാധിക്കും എന്നുള്ള കാര്യം അന്വേഷണ സംഘം കോടതിക്ക് മുൻപാകെ വെളിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. നിലവിൽ പ്രതികൾ കഴിഞ്ഞ 1-ാം തീയതി പിടിയിലായ പ്രതികൾ നിലവിൽ ഇപ്പോഴും റിമാൻഡിൽ തന്നെ തുടരുകയാണ്. ഇതിനിടയിൽ ഒരു 3 ദിവസം മാത്രമാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടൻ ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കാനുള്ള എക്സൈസ് സംഘത്തിൻ്റെ തീരുമാനം. ഈ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതിൽ ചില വിവരങ്ങൾ, അത് കോടതിയിൽ തെളിവാക്കേണ്ട ചില കാര്യങ്ങൾ ഈ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഈ വിൽപ്പനയ്ക്കായാണ് ആലപ്പുഴയിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ഈ നടൻ ശ്രീനാഥ് ഭാസിയും 1-ാം പ്രതി തസ്ലീമയും തമ്മിൽ ചില വാട്സാപ്പ് സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഹൈബ്രിഡ് കഞ്ചാവ്, അതിന് കുഷ് എന്നാണ് അവർ പറയുന്നത്, ഈ കുഷ് വേണമോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ശ്രീനാഥ് ഭാസിക്ക് ഒരു സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശ്രീനാഥ് ഭാസിയുടെ മറുപടി വെയിറ്റ് എന്നായിരുന്നു. അത് അന്ന് ആ സമയത്ത് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ചില തിരക്കുകളുള്ളതിനാൽ തന്നെ കൂടുതൽ സംസാരത്തിലേക്ക് പിന്നീട് കടന്നിരുന്നില്ല. ഇത് സംബന്ധിച്ച് ഈ ശ്രീനാഥ് ഭാസിയുടെ ഈ മൊഴി ഈ കേസിൽ ഒരു നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാഥ് ഭാസി ഇപ്പോൾ സാക്ഷിയാക്കിക്കൊണ്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നടൻ ശ്രീനാഥ് ഭാസിയെ ഒരിക്കൽ കൂടി ആലപ്പുഴ എക്സൈസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വീണ്ടും വിവരങ്ങൾ തേടുമെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നടൻ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ എക്സൈസ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യം ചെയ്യലിനിടയിൽ ഷൈൻ ടോം ചാക്കോ തനിക്ക് ഈ ലഹരിയിൽ നിന്നും വിമുക്തി നേടണമെന്നുള്ള ആവശ്യം അന്വേഷണ സംഘത്തിനോട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് എക്സൈസിന്റെ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി നടൻ ഷൈൻ ടോം ചാക്കോയെ തൊടുപുഴയിലുള്ള ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ലഹരി വിമുക്തിക്കായിട്ടുള്ള ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ശരി. ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.